നീ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടനടി. അതേ പ്രഷർ നമ്മുടെ ശ്യാമള അപ്പച്ചി നമ്മുടെ ആകാശം നമ്മുടെ പഞ്ചരത്നത്തിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആകാശിന്റെ ഒരു കയ്യിലിരിപ്പ് മോശമാണെന്ന് നമ്മുടെ ശ്യാമള അപ്പച്ചി അറിഞ്ഞിട്ടോ. അപ്പോൾ നമ്മുടെ അഖില പറയുന്നുണ്ട് എന്തിനാ ആകാശ് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ശ്യാമള അപ്പച്ചി ആരെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ആകാശ് പോയതിനു ശേഷം നമ്മുടെ അഖില നമ്മുടെ ശ്യാമള അപ്പച്ചിയോട് പറയുന്നുണ്ട് അപ്പച്ചി ഇവിടെ നിന്ന് ഇറങ്ങി പോക്കോ, അല്ലെങ്കിൽ എന്നെ ഇവിടുത്തെ ദേഷ്യം കയറണ്ട, ഞാൻ കളികളൊക്കെ അപ്പച്ചിനെ വല്ലതും ചെയ്ത് കളയും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമൃത നമ്മുടെ അഖിലയുടെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നൊരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിനുശേഷം നമ്മുടെ അപ്പച്ചി പറയുന്നുണ്ട് കാര്യങ്ങൾ ആകാശിനോട് താൻ എന്തിനാണ് അങ്ങനെ പെരുമാറിയത് എന്നതിനുള്ള ഒരു കാരണം നമ്മുടെ അഖിലയോട് പറയുന്നുണ്ട്. സഹദേവൻ ഇവിടെ വന്ന് നമ്മുടെ എനിക്ക് വേണ്ടിയാണ് കല്യാണം ആലോചിച്ചതെങ്കിൽ അവിടെ ആകാശ് നമ്മുടെ അനഘേനോട് ഇഷ്ടം പറഞ്ഞിരിക്കുന്നു, അതിൽ എന്തൊക്കെയോ ചതിയുണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഖിലയോട് നമ്മുടെ അപ്പച്ചി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ആകാശ് നമ്മുടെ അനഘയെ കാണാൻ വരുന്നുണ്ട്. ശേഷം പറയുന്നുണ്ട് അച്ഛനോട് ഞാൻ നിന്റെ കാര്യമാണ് പറഞ്ഞത്, ഒരിക്കലും അഖിലയുടെ കാര്യമല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അനഘ പറയുന്നുണ്ട് ഇല്ല എനിക്ക് ആകാശേട്ടൻ ഇപ്പോൾ തീരെ വിശ്വാസമില്ല എന്ന് നമ്മുടെ അനഘയും മുഖത്തടിച്ച് പറയുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ കലാവതിയുടെ മുട്ടൻ തന്ത്രം നമ്മുടെ അമൃതയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് നീ അവനെ സ്നേഹിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, മഹേന്ദ്രന്റെ കാര്യം കേട്ടോ, പക്ഷെ ഒരു രോഗിയാണ് അവൻ, ആ ഒരു രോഗിയോടുള്ള ഒരു സിമ്പതിയെങ്കിലും നീ അവനോട് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കലാവതി കരഞ്ഞു പിഴിഞ്ഞ് പറയണ പോലെ ആയിട്ട് പറയുന്നത്. അപ്പം നമ്മുടെ അമൃത എന്തൊരു കഷ്ടം എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലൊരു മുഖത്തുള്ള ഒരു എക്സ്പ്രഷൻ ആട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.